नमस्ते बच्चों, सब कैसे हो? ठीक है ना? तो चलिए हम आज पढ़ेंगे। तो उससे पहले हमें दुआ बोलना चाहिए। तो मेरे साथ बोलना, रब्बी असिर वलातो असिर व तम्मिन बिलहैर व बिकन अस्तहीनु या फत्ताहो रब्बी सिदनी इल्मा रब्बी सिदनी इल्मा रब्बी सिदनी इल्मा। तो चलिए आज हम पेज नंबर 17 लेना। तो वहाँ हम एक साक्षात्कार പഠിത്തി रहती थी, है ना? അപ്പം നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു इंटरव्यू പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു। तो उसके बाकी क्वेश्चंस भी है, आज हमें पढ़ना चाहिए। तो देखो, तो अगला क्वेश्चन है, प्रश्न तब आपने क्या किया और आपकी मदद किसने की? तब आपने क्या किया, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? आपने क्या किया, നിങ്ങൾ എന്താണ് ചെയ്തത്? और आपकी मदद किसने की, താങ്കൾക്ക് मदद, मदद क्या है? मदद का अर्थ है हेल्प, अല്ലേ? हेल्प। तो നിങ്ങൾക്ക് വേണ്ടുന്ന സഹായം ആരാണ് ചെയ്തു തന്നത്? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, എന്താണ്? तब आप क्या किया और आपकी मदद किसने की है, अല്ലേ? അപ്പോൾ ഉത്തരം എന്താണ്? मैं किसी तरह घर से भागकर पास के गांव में रहने वाले अपनी मौसी शकुंतला देवी के यहाँ पहुँच गई। पहले तो उन्होंने मेरी बात नहीं मानी, लेकिन मैंने समझाने पर वह मान गई और वे मुझे स्थानीय पुलिस स्टेशन ले गई। पुलिस की सहायता से मैं और मेरी मौसी इस विवाह को रोक पाए। അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? കുട്ടിയെടുത്ത് എന്താണ് ചോദിച്ചത്? എന്താണ് ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്തത്? അതുപോലെ നിങ്ങളെ ആരാണ് ഹെൽപ്പ് ചെയ്തത്? മദത് ക്യാ ഹെ? മദത് മാനെ ഹെൽപ്പ് ചെയ്തത്। അപ്പോൾ കുട്ടി എന്താ പറഞ്ഞേ? मैं किसी तरह घर से भागकर पास के गांव में रहने वाली अपनी मौसी शकुंतला देवी के यहाँ पहुँच गई। ഞാൻ അവിടെ നിന്ന് ഒരു തരത്തിൽ രക്ഷപ്പെട്ടിട്ട്, एक तरह किसी तरह എന്ന് വെച്ചാൽ ഞാൻ ഒരു തരത്തിൽ അവിടെ നിന്ന് घर से भागकर, भागना माने रनिंग, ഓടുക। ओके, भागना क्या है? അവിടെ നിന്ന് ഓടുക, ഒളിച്ചോടി പോവുകയാണ് ചെയ്തത്। पास के विलेज, पास के गांव में, गांव का अर्थ है विलेज। गांव क्या है? पास के गांव में रहने वाली अपनी मौसी, मौसी कौन है? मौसी माने आंट, मौसी। മൗസി കോൺ ഹെ? ആണ്ട്, അതായത് ആൻറ്റി. ഞാൻ എൻ്റെ വീടിനടുത്ത് തന്നെ മറ്റൊരു പട്ടണത്തിൽ, മറ്റൊരു ഗ്രാമത്തിൽ താമസിക്കുന്ന എൻ്റെ ഒരു ആൻറ്റിയുടെ വീട്ടിൽ, ആൻറ്റിയുടെ പേരെന്താ? ശകുന്തളാ ദേവി, ശകുന്തളാ ദേവിക്ക് യഹാ പഹുഞ്ച് ഗയി, അവിടേക്ക് ചെന്നു। പഹലെ തോ ഉन्होंने मेरी बात नहीं मानी, ആദ്യം ഞാൻ എന്ത് പറഞ്ഞിട്ടും ആൻറ്റി അത് വിശ്വസിച്ചില്ല। लेकिन मेरे समझाने पर वह मान गई, പക്ഷെ ഞാൻ പറഞ്ഞത് പിന്നീട് അവർക്ക് എന്ത് ചെയ്തു? മനസ്സിലായി। സമച്ചാനെ മാനെ एक्सप्लेन ചെയ്യുക, സമച്ചാനെ क्या है? एक्सप्लेन ചെയ്യുക। पर वह मान गई और वे मुझे स्थानीय पुलिस स्टेशन ले गई, എന്നിട്ട് അവർ എന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു? ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോയി। कहाँ ले गई? स्थानीय पुलिस स्टेशन ले गई। पुलिस की सहायता से मैं और मेरी मौसी इस विवाह को रोक पाई। അപ്പോൾ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഞാനും എൻ്റെ ആൻറ്റിയും ഈ വിവാഹത്തെ തടഞ്ഞത്। അപ്പോൾ സ്ഥാനീയ क्या है? സ്ഥാനീയ മാനെ यहाँ देखो आस पास का रहने वाला, അടുത്തായിട്ട് താമസിക്കുന്നത്। സ്ഥാനീയ എന്ന് പറയുമ്പോൾ നമുക്ക് ലോക്കൽ എന്നാണ് ഇംഗ്ലീഷ് വേർഡ്, സ്ഥാനീയ। स्थानीय क्या है? लोकल। स्थानीय क्या है? लोकल। पुलिस क्या है? पुलिस, पुलिस माने पुलिस, पुलिस। पुलिस माने പോലീസ്। അപ്പോൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരുടെ സഹായത്തോടെ, പുലിസ് കി സഹായതാസെ, പോലീസുകാരുടെ സഹായത്തോടെ, मैं और मेरी मौसी, ഞാനും എൻ്റെ മൗസിയും എൻ്റെ ആൻറ്റിയും ഇസ് വിവാഹക്കോ റോക്ക് പായി, ഈ വിവാഹത്തെ തടഞ്ഞു। അപ്പോൾ അത് മനസ്സിലായി എന്താണ് പറഞ്ഞെന്നുള്ളത്? तब आपने क्या किया और आपकी मदद किसने की, നിങ്ങളെ ആരാണ് സഹായിച്ചത്, അതുപോലെ നിങ്ങൾ എന്താണ് അപ്പോൾ ചെയ്തത്? मैं किसी तरह घर से भागकर पास के गांव में रहने वाली अपनी मौसी शकुंतला देवी के यहाँ पहुँच गई।
ഞാൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് എൻ്റെ ആൻറ്റി ഞങ്ങളുടെ ഗ്രാമത്തിനടുത്തായിട്ട് താമസിക്കുന്ന ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോവുകയും ശകുന്തളാദേവി എന്ന ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ ചെന്നിട്ട് ഞാൻ കാര്യങ്ങൾ ആൻറ്റിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. पहले तो उन्होंने मेरी बात नहीं मानी. आदि ഞാൻ പറഞ്ഞപ്പോൾ ആൻറ്റി അത് കേൾക്കാനേ കൂട്ടാക്കിയില്ല. लेकिन मेरे समझाने पर वह मान गई. പിന്നീട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയപ്പോഴേക്കും മനസ്സിലായി. और वे मुझे स्थानीय पुलिस स्टेशन ले गई. എന്നെയും കൊണ്ട് ആൻറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. पुलिस की सहायता से मैं और मेरी मौसी इस विवाह को रोक पाई. പോലീസിന്റെ സഹായത്തോടു കൂടി ഞാനും ആൻറ്റിയും ഇത് എന്ത് ചെയ്തു? നിർത്തിവെച്ചു, ഈ വിവാഹം നിർത്തിവെച്ചു. देन दूसरा क्वेश्चन. प्रश्न. इसके बाद आपके घर वालों की क्या प्रतिक्रिया थी? ഇതിനു ശേഷം നിങ്ങളുടെ വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു? പ്രതിക്രിയ हम पढ़ा है. प्रतिक्रिया से पहले हम पढ़ा है. प्रतिक्रिया का अर्थ है रिएक्शन. നമ്മൾ പഠിച്ചിരുന്നു. റിയാക്ഷൻ എന്തായിരുന്നു? उत्तर. जब पुलिस ने मेरी माँ, नानाजी और मामाजी को समझाया तो उन्हें अपनी गलती का एहसास हुआ. അപ്പോൾ എപ്പോഴാണോ പോലീസുകാർ എൻ്റെ അമ്മയോടും നാനാജി അപ്പൂപ്പനോടും ഓർ മാമാജി മാമനോടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്, तो उन्हें अपनी गलती का एहसास हुआ. അപ്പോൾ അവർക്ക് അവർ ചെയ്ത തെറ്റിന്റെ തോന്നൽ, ഫീലിംഗ്, എത്രത്തോളം വലിയ തെറ്റാണ് അവർ ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായി. ओके, तो गलती क्या है? गलती का अर्थ है मिस्टेक. गलती, मिस्टेक. और उसके बाद एहसास. एहसास എന്ന് വെച്ചാൽ ഫീലിംഗ് എന്നാണ്. एहसास. एहसास क्या है? फीलिंग. एहसास क्या है? फीलिंग. तब उन्होंने मेरी हिम्मत की दाद दी. അപ്പോൾ ഞാൻ എന്താണ്, അവർ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരൊക്കെ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴത്തേക്കും എന്ത് ചെയ്തു? തബ് ഉന്നോനെ, അപ്പോൾ അച്ഛനും അപ്പൂപ്പനും അമ്മയും മാമനും എന്ത് ചെയ്തു? മുझे प्यार किया, എന്നെ സ്നേഹിക്കുകയും ഞാൻ ചെയ്ത ആ വലിയ കാര്യത്തെ പ്രശംസിക്കുകയും ചെയ്തു. നോക്കോ, ഹിമ്മത്ത് की दाद दी. तो नीचे इसका अर्थ है हिम्मत की तारीफ की. क्या है? हिम्मत की तारीफ की. ഞാൻ ചെയ്ത ആ വലിയൊരു ധൈര്യതയ്ക്ക് അവർ എന്നെ വളരെയധികം പുകഴ്ത്തുകയും ചെയ്തു, പ്രശംസിക്കുകയും ചെയ്തു. अब वे भी बाल विवाह का विरोध करते हैं. ഇപ്പോൾ അവരും എന്താണ്? ബാലവിവാഹത്തിന് എതിരായിട്ടാണ് നിൽക്കുന്നത്. बाल विवाह क्या है? चाइल्ड मैरिज. बाल विवाह क्या है? चाइल्ड मैरिज. तो एक और बार देखो प्रश्न. इसके बाद आपके घर वालों की क्या प्रतिक्रिया थी? ഇതിനു ശേഷം നിങ്ങളുടെ വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു? ആരോടാണ് ചോദിക്കുന്നത്? രാധികയോടാണ് ചോദിക്കുന്നത്. അപ്പൊ രാധിക ഉത്തരം പറയുകയാണ്. जब पुलिस ने मेरी माँ, नानाजी और मामाजी को समझाया. എപ്പോഴാണോ പോലീസുകാർ എൻ്റെ അമ്മയോടും മാമനോടും അപ്പൂപ്പനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്, तो उन्हें अपनी गलती का एहसास हुआ. അപ്പോൾ അവർക്ക് അവർ ചെയ്ത തെറ്റിന്റെ എത്രത്തോളം വലിയ തെറ്റാണ് അവർ ചെയ്തതെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടായി. तब उन्होंने मेरी हिम्मत की दाद दी. അപ്പോൾ അവർ എൻ്റെ ധൈര്യത്തെ പ്രശംസിച്ചു. और मुझे प्यार किया, എന്നിട്ട് എനിക്ക് സ്നേഹം തന്നു. अब वे भी बाल विवाह का विरोध करते हैं. ഇപ്പോൾ അവരും ബാലവിവാഹത്തിനെതിരായിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായോ? तो अगले क्वेश्चन की ओर चलती हूँ. प्रश्न. वीरता पुरस्कार के अलावा आपको और कहाँ कहाँ सम्मानित किया गया? വീരതാ പുരസ്കാർ के अलावा, ഈ ബ്രേവറി അവാർഡ് മാത്രമല്ല, അതല്ലാതെ നിങ്ങൾക്ക് ആപ്കോ ഓർ കഹാ കഹാ സമ്മാനിത് കിയാ ഗയ, പിന്നെ എന്തൊക്കെ അവാർഡ് നിങ്ങൾക്ക് കിട്ടി? അപ്പോൾ ബ്രേവറി അവാർഡ് കുട്ടിക്ക് കിട്ടി, നാഷണൽ ബ്രേവറി അവാർഡ് കിട്ടിയില്ലേ? അതുപോലെ വേറെ എന്തെങ്കിലും അവാർഡ് കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാധിക പറയാണ്, वीरता पुरस्कार के अलावा मुझे जिला स्तर पर सम्मान मिला. मेरे स्कूल प्रधानाचार्य ने भी मुझे पुरस्कार दिया और मेरी प्रशंसा की. എന്താണ് ഇവിടെ പറയുന്നത്? വീരതാ പുരസ്കാർ के अलावा, വീരതാ പുരസ്കാരം അല്ലാതെ मुझे जिला स्तर पर सम्मान मिला है. എനിക്ക് जिला स्तर, क्या है जिला स्तर? जिला स्तर माने डिस्ट्रिक्ट लेवल. यहाँ देखो, जिला स्तर, डिस्ट्रिक्ट लेवल. डिस्ट्रिक्ट लेवल എന്ത് കിട്ടി കുട്ടിക്ക്? ജില്ലാ സ്തർ पर सम्मान मिला.
ജില്ലാസ്ഥലത്തിലും എന്ത് കിട്ടി? ജില്ലയിലും കുട്ടിക്ക് സമ്മാനം കിട്ടി. കുട്ടിയെ എന്ത് ചെയ്തു? അഭിനന്ദിച്ചു എല്ലാവരും, അവൾക്ക് സമ്മാനങ്ങൾ കൊടുത്തു. പിന്നെയോ सम्मान क्या है? द हॉनर. सम्मान क्या है? द हॉनर. यहाँ देखो सम्मान क्या है? द हॉनर. കുട്ടിയെ പിന്നീട് വിളിച്ച് എല്ലാവരും പ്രശംസിച്ചു ജില്ലാ സ്ഥലത്തിലും. मेरे स्कूल प्रधानाचार्य ने भी मुझे पुरस्कार दिया. प्रधानाचार्य क्या है? प्रधानाचार्य माने हेडमास्टर. ओके, और प्रिंसिपल. हेडमास्टर और प्रिंसिपल. यहाँ देखो प्रधानाचार्य. प्रिंसिपल. പ്രധാനാചാര്യ क्या है? പ്രിൻസിപ്പൽ. അപ്പോൾ ഞാൻ പഠിക്കുന്ന സ്കൂളിലെ എൻ്റെ അധ്യാപകനും പ്രധാന അധ്യാപകനായിട്ടുള്ള പ്രിൻസിപ്പാളും എന്ത് ചെയ്തു? മുझे പുരസ്കാർ ദിയ. പുരസ്കാർ क्या है? അവാർഡ്. എനിക്ക് അവാർഡ് തന്നു. और मेरी प्रशंसा की. എന്നിട്ട് എന്നെ എന്ത് ചെയ്തു? പ്രശംസ. यहाँ देखो प्रशंसा क्या है? तारीफ. क्या है प्रशंसा? तारीफ या अप्रिसिएशन. क्या है? अप्रिसिएशन. എന്നെ അഭിനന്ദിച്ചു. നല്ലതുപോലെ എന്നെ വാനോളം പുകഴ്ത്തുകയും അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. മനസ്സിലായോ? एक और बार मैं बोलती हूँ. वीरता पुरस्कार के अलावा आपको और कहाँ कहाँ सम्मानित किया गया? വീരതാ പുരസ്കാരം മാത്രമല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തെല്ലാം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്? അപ്പോൾ കുട്ടി ഉത്തരം പറയാണ്, വീരതാ പുരസ്കാർ के अलावा मुझे जिला स्तर पर सम्मान मिला है. വീരതാ പുരസ്കാരം അല്ലാതെ എനിക്ക് ജില്ലാ സ്ഥലത്തിലും അവാർഡ് കിട്ടിയിട്ടുണ്ട്. मेरे स्कूल प्रधानाचार्य ने भी मुझे पुरस्कार दिया. എൻ്റെ സ്കൂളിലെ പ്രധാന അധ്യാപകനും എനിക്ക് അവാർഡ് തന്നിരുന്നു. और मेरा प्रशंसा की. എന്നിട്ടോ എൻ്റെ ഞാൻ ചെയ്ത ആ കർമ്മത്തിന് എന്നെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. तो नए शब्द क्या क्या है? मदद, हेल्प, गांव विलेज, मौसी आंट, स्थानीय लोकल, पुलिस पोलिस, गलती मिस्टेक, एहसास फीलिंग, जिला स्तर डिस्ट्रिक्ट लेवल, सम्मान द हॉनर, प्रधानाचार्य प्रिंसिपल. तो अच्छे से പാഠ് പഠന. तो നമ്മൾ ഈ ചാപ്റ്റർ തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഒക്കെ നന്നായിട്ട് എഴുതി ഇതെല്ലാം നിങ്ങളുടെ ഓൾ നോട്ട് ബുക്കിൽ എഴുതി പഠിക്കുക. तो बाकी हम अगले क्लास में पढ़ेंगे. धन्यवाद.